എല്ലാവർക്കും നമസ്കാരം. വെല്ലു ബാലകൃഷ്ണൻ കമ്പനി സെക്രട്ടറിയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സന്തോഷം. CS എൻട്രൻസിൻ്റെ എക്സാമിന് ശേഷം CS എക്സിക്യൂട്ടീവ് സിലബസിൻ്റെ ഓവർവ്യൂ മലയാളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോ. ഒത്തിരി പേര് അത് കണ്ടു. ഒരുപാട് റെസ്പോൺസസ് വരുന്നുണ്ട്. സന്തോഷം. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് റീസെൻ്റായിട്ട് ചോദിച്ച ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അറിയാലോ, ഞാനൊരു വീഡിയോ ഓൺ ഡിമാൻഡ് സർവീസാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സബ്ജക്റ്റ് എടുത്ത് വെച്ച് ഒരു ഓൺലൈനായിട്ടൊരു വീഡിയോ തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൽ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കുന്നത് ഭയങ്കര ഹാർഷനിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ചോദിച്ചിട്ട് ചോദിക്കും, ഇത് കൊള്ളാമോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പരാമർശം പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറഞ്ഞാൽ ICSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ കോഴ്സ് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒതൻറ്റിസിറ്റി എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബ്രാഞ്ചസ് വഴി, ചാപ്റ്റേഴ്സ് വഴി വേണം നിങ്ങൾ അന്വേഷിക്കാൻ. കോച്ചിങ് ക്ലാസ്സസ് നടത്തുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അത് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പേഴ്സണൽ പരാമർശം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും ഈ ഭാവത്തിന് പറയാൻ പറ്റത്തില്ല. അതൊരു ശരിയായൊരു പ്രവണതയല്ല. അത് നിങ്ങൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവിടെ പഠിച്ച കുട്ടികൾക്ക് ചോദിച്ചിട്ട് എൻ്റെ സക്സസ് നോക്കുക. യൂട്യൂബിൽ തന്നെ എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സാമ്പിൾ വീഡിയോസൊക്കെ ഉണ്ട്. നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക. കരിയർ ഗൈഡൻസ് ചെയ്യുന്ന എന്നെപ്പോലെ ഫ്രീലാൻസായിട്ട് കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് അതിനെക്കുറിച്ചൊരു പരാമർശം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ കമൻറ്റ് പറയാനുള്ള നിർവാഹമില്ല. അത് ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു കേട്ടോ. അപ്പോൾ എന്താ സാർ ഇന്നത്തെ വീഡിയോ? കഴിഞ്ഞ വീഡിയോ കൊള്ളായിരുന്നു അല്ലേ. CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ ഓവറോൾ സിലബസ് ഓവർവ്യൂ ആയിരുന്നു. CS പ്രൊഫഷണലിൻ്റെ ഓവർവ്യൂ വേണമെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സമയപരിധിയും അറിയാലോ, ഇത് ഓഫീസ് അവേഴ്സിന് ശേഷം ഒരു സേവനമായിട്ട് ഒരു സോഷ്യൽ ഇനിഷ്യേറ്റീവായിട്ട് ചെയ്യുന്ന വീഡിയോസാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതികളുണ്ട് അതിന്, അത് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് സാറ് വന്നിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ്. ഒത്തിരി കുട്ടികൾ റീസെൻ്റായിട്ട് എസ്പെഷ്യലി പാരൻസും പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻ്റെ ട്രെയിനീസ് ഉൾപ്പെടെ ചോദിച്ച ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്. എന്താണ് ഇന്നത്തെ ടോപ്പിക്? കുട്ടികളെ, ഈ കമ്പനി സെക്രട്ടറി കോഴ്സ്, ഇപ്പോൾ ഇന്ത്യയിലെ കോഴ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എനിക്കറിയാം. എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അല്ലെങ്കിൽ എല്ലാവർക്കും എൻ്റെ അപ്രിസിയേഷൻ. കാരണം ഇതൊരു ഒരു പ്രീമിയർ കോഴ്സാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് ശരിക്കും പറഞ്ഞൊരു പ്രീമിയർ കോഴ്സാണ്. ഇത്രയും ചെറുപ്പപ്രായത്തിൽ ഇത്രയും നല്ല ജോലി കിട്ടുന്ന, ഇത്രയും നല്ല ശമ്പളം കിട്ടുന്ന, ഇത്രയും നല്ല സ്ഥാനം, പൊസിഷൻ ഒരു കമ്പനിയിൽ കിട്ടുന്ന ഒരു കോഴ്സും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻട്രൻസ് പാസ്സായി, എക്സിക്യൂട്ടീവ് പാസ്സായി, പ്രൊഫഷണൽ പാസ്സായി, ട്രെയിനിങ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ MDയുടെ തുല്യമായിട്ട് MDക്ക് തൊട്ടടുത്തിരുന്ന് ചെയർമാൻ്റെ കൂടെ ഇരുന്ന് ബോർഡ് മീറ്റിങ്ങിലിരുന്ന് വലിയ അപ്പിയറൻസസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വക്താവായിട്ട് മാറാൻ പറ്റുന്ന, കമ്പനിയുടെ ഒരു നെടുന്തൂണ് അല്ലെങ്കിൽ കമ്പനിയുടെ ശരിക്കും ഒരു അഡ്വൈസർ ടു ദ ബോർഡ് ആവാൻ പറ്റുന്ന മറ്റൊരു കോഴ്സും ഇല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കമ്പനി സെക്രട്ടറി കോഴ്സിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ അല്ലേ. നമ്മൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു HR അപ്പോയിൻമെൻറ്റ് മെത്തേഡല്ല. നമ്മൾ അപ്പോയിൻമെൻറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി അപ്പോയിൻമെൻറ്റാണ്. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 203 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കമ്പനികൾ മാൻഡേറ്ററി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉള്ള ഒരു പ്രൊഫഷണലാണ് നമ്മൾ, ഒരു കീ മാനേജറൽ പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഏറ്റവും നല്ല പ്രീമിയർ, ലുക്രേറ്റീവ് ആൻഡ് അട്രാക്റ്റീവ് കോഴ്സാണ്. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്ന് മാമപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ സാറിൻ്റെ വരവിൻ്റെ ഉദ്ദേശം? ഇന്ന് സാറ് പറയുന്നത് എൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടുകളെ ആസ്പദമാക്കി ഇന്ത്യയിൽ മാത്രമല്ല കമ്പനി സെക്രട്ടറി കോഴ്സ് ഉള്ളത്, ഇന്ത്യയിൽ മാത്രമല്ല കമ്പനി സെക്രട്ടറി പ്രൊഫഷൻ ഉള്ളത്. അപ്പോൾ പലരും ചോദിക്കും, സാർ CS പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ CS പാസ്സായാൽ ഗ്ലോബലായിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റി? പുറത്ത് പോകാൻ പറ്റുമോ? ദുബായി പോകാൻ പറ്റുമോ? അമേരിക്കയിൽ പോകാൻ പറ്റുമോ? UK പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എൻ്റെ ബ്രദർ US സെറ്റിൽഡാണ്. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം IT പ്രൊഫഷണലാണ്. ബിജു ബാലകൃഷ്ണനാണ് പേര്. അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം അവിടെയാണ്. ഞാനെന്നും ഒരു ബഹുമാനിക്കുകയും, കാരണം അദ്ദേഹം യങ് പ്രായത്തിൽ തന്നെ ഒത്തിരി IT ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യും, ജാവയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കും ചോദിക്കും, സാറിൻ്റെ ചേട്ടൻ US സെറ്റിൽഡ് അല്ലേ, സാറിന് അങ്ങോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കും അല്ലേ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ പറയല്ലോ ഒരു ഗ്ലോബൽ വില്ലേജ് സിനാരിയോയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇന്ത്യയിലിരിക്കുന്നവർക്കും അവരെല്ലാ മോസ്റ്റ് ബന്ധുക്കളൊക്കെ ദുബായിൽ കാണും, UK കാണും, US കാണും, മലേഷ്യ, സിംഗപ്പൂർ എല്ലായിടത്തും കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഏജ് കഴിയുമ്പോൾ ക്വാളിഫിക്കേഷൻ ചെയ്ത് ചാടി പുറത്തു പോയി ജീവിക്കുക, അങ്ങനെ എത്രയോ പേരെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. പൊതുവെ IT ഫീൽഡിലാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പരിധിവരെ പറയുന്നത് ഡോക്ടേഴ്സ് അങ്ങനെ പോകാറുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ട്സും ദുബായിൽ UAE നല്ല ഡിമാൻഡാണ് അവർക്ക്, നിങ്ങൾക്ക് അറിയായിരിക്കും, CA-ക്കാർക്ക്. അതുപോലെ കമ്പനി സെക്രട്ടറീസിന് ഡിമാൻഡുണ്ടോ? നമുക്ക് പുറത്ത് ചാടാൻ പറ്റുമോ? ഗ്ലോബലായിട്ട് എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി? അതിനെക്കുറിച്ച് സാർ പറയൂ. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ CS എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാൻ ഓൾറെഡി തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ വീഡിയോ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. പിന്നെ അത് കുറച്ച് പഴയ വീഡിയോ ആണ്. അപ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്തൊരു വെർഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളെ, ഇന്ത്യയിൽ നിന്ന് കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സായവർക്ക് ഗ്ലോബലായിട്ട് എങ്ങനെ ഗ്ലോബൽ കോർപ്പറേറ്റ് ജോബ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാം, ഹൗ ക്യാൻ യു എക്സ്പ്ലോർ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി, ഗോ ഗ്ലോബൽ, എങ്ങനെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഡിമാൻഡ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അത് മറക്കരുത്. ഇന്ത്യയിൽ ആവതോളം ഡിമാൻഡുണ്ട്, പക്ഷേ കൂടുതൽ ശമ്പളവും, പ്രത്യേകിച്ച് ബന്ധുക്കളൊക്കെ വെളിയിലുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് വെളിയിലുണ്ടെങ്കിൽ, വിദേശത്ത് താമസിക്കണം അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യണമെന്ന് ആസ്പിറേഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ളൊരു അഡ്വൈസാണ്. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അങ്ങനെ നിറ്റിക്കിറ്റിയപ്പോൾ അതിനെക്കുറിച്ച് വിസ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതിനെക്കുറിച്ചൊക്കെ ടെക്നിക്കലി സാറ് പറയേണ്ടി വരും. അത് വേണ്ട, നമുക്ക് കോഴ്സിൻ്റെ പരിമിതിയിൽ നിന്ന് തന്നെ പറയാം. നൗ യു വിൽ സ്റ്റാർട്ട്. എങ്ങനെ ഇന്ത്യയിലെ CS-ന് പുറത്ത് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാം? ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് ചിലപ്പോൾ ചില മൾട്ടിനാഷണൽ കമ്പനീസിൽ, പ്രത്യേകിച്ച് അവർക്ക് സബ്സിഡറി കമ്പനി ഇന്ത്യയിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാം. ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില ബ്രാൻഡുകൾ പറയുന്നില്ല. ദർ ആർ ഫ്യൂ ബ്രാൻഡ്സ് വെയർ അവർക്ക് വെളിയിലാണ് കമ്പനി, സമ്മതിച്ചു, പക്ഷേ അവർക്ക് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സബ്സിഡീസ് കാണും. അപ്പോൾ ഇന്ത്യയിലെ ലോ കംപ്ലൈ ചെയ്യാനും ഇന്ത്യയിലെ സബ്സിഡീസിൻ്റെ കംപ്ലയൻസ് നോക്കാനും ഒരുപക്ഷെ അവർ കമ്പനി സെക്രട്ടറി ഇന്ത്യയിൽ ക്വാളിഫൈ ചെയ്ത്, ICSIയിൽ ക്വാളിഫൈ ചെയ്ത്, CS ക്വാളിഫൈ ചെയ്ത് കമ്പനി സെക്രട്ടറി വേണമെന്നെങ്കിൽ റിക്രൂട്ട് ചെയ്യാം. ദുബായിലൊക്കെ ഇപ്പോൾ അങ്ങനെ ട്രെൻഡ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഗ്രൂപ്പ് കമ്പനീസിലൊക്കെ കമ്പനി സെക്രട്ടറി, ഇന്ത്യയിലെ കമ്പനി സെക്രട്ടറി ആവശ്യപ്പെടുന്നതായിട്ട് ഞാൻ പത്രങ്ങളിലും പലതിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടുത്തെ ലേബർ ലോ കംപ്ലയൻസ്, അവിടുത്തെ ഗ്രൂപ്പ് മൊത്തം ലോ കംപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഇന്ത്യയിലെ കമ്പനി സെക്രട്ടറിയെ തന്നെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മാത്രം CS വെച്ച് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്നത് അതല്ല. ഇന്ത്യയിൽ CS ചെയ്തിട്ട്, കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചില പ്രക്രിയകൾ ചെയ്താൽ, ചില അഡീഷണൽ ആയിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസ് എടുത്താൽ, നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ചില കൺട്രീസിലും കമ്പനി സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡെസിഗ്നേഷൻ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പുറത്തും CS ആവാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികളെ, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ICSI, ഡൽഹിയിൽ ആസ്പദമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആക്ട് 1980 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെളിയിലത്തെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ചാർട്ടേഡ് സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ICSA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് നമ്മൾ MOU സൈൻ ചെയ്തിട്ടുണ്ട്, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂച്വൽ റെക്കഗ്നേഷൻ കൺസെപ്റ്റ്. ആ MOU പ്രകാരം ഇന്ത്യയിലെ കമ്പനി സെക്രട്ടറീസിന്, ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CS പാസ്സായ കമ്പനി സെക്രട്ടറീസിന് 2 വർഷം എക്സ്പീരിയൻസ് ആവുമ്പോൾ, 2 years ആണ് കേട്ടോ, അതായത് ACS + 2 years ക്വാളിഫൈ ചെയ്ത് 2 വർഷം ഗുഡ് സ്റ്റാൻഡിംഗ് ഉള്ള കമ്പനി സെക്രട്ടറീസിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് UK-യിലുള്ള, ലണ്ടനിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സ് എഴുതാം, അപ്പിയർ ചെയ്യാം. പറഞ്ഞ് മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ UK പോകേണ്ട ആവശ്യമില്ല, ലണ്ടനിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സായതിനു ശേഷം 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം, ഗുഡ് സ്റ്റാൻഡിംഗ് ഉണ്ടായതിനു ശേഷം, നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലണ്ടനിലെ ചാർട്ടേഡ് സെക്രട്ടറി അഥവാ CS കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ സാർ ഇനിയും വലിയൊരു ഭാരമാണ് പറയുന്നത്, ഇവിടെ ഇന്ത്യയിലെ CS പഠിച്ചതിൻ്റെ ഒരു പരിവായി അല്ലേ? അല്ല, അങ്ങനെയല്ല കേട്ടോ. എല്ലാ പേപ്പറും അവിടെ എഴുതേണ്ട ആവശ്യമില്ല. മ്യൂച്വൽ റെക്കഗ്നേഷൻ പ്രകാരം, MOU പ്രകാരം ചില നിശ്ചിത പേപ്പർ, അവരെ കോഴ്സിൻ്റെ നിശ്ചിത പേപ്പേഴ്സ് മാത്രം നിങ്ങൾ എഴുതി പാസ്സായാൽ മതിയാവും. ഞാൻ നമ്പറൊന്നും പറഞ്ഞ് ഒത്തിരി ടെക്നിക്കലി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പേപ്പേഴ്സും നമുക്ക് എക്സംപ്റ്റഡ് ആണ്. കാരണം ഓൾറെഡി നിങ്ങൾ മോസ്റ്റ് ഓഫ് ദി ലോ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരു 3 പേപ്പർ അവർ എക്സംപ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ICSA, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എക്സംപ്റ്റ് ചെയ്യാത്ത ചില പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സ് മാത്രം നിങ്ങൾ എഴുതി പാസ്സായാൽ മതിയാവും. പിന്നെ മറ്റുള്ള ഫീസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അടച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലണ്ടനിലെ ചാർട്ടേഡ് സെക്രട്ടറി ആവാം. സന്തോഷമായോ? ഇനി 1-2 കാര്യങ്ങളൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ റെഫറൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, കുറച്ച് സ്പെസിഫിക് ആണ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒത്തിരി പരിധിക്ക് മുകളിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ശ്രമിക്കാം.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ലണ്ടൻ ആസ്പദമായിട്ടുള്ള ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള UK ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ ICSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, അതുപോലെ അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ലണ്ടനിലുള്ള ICSA എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം 1891 അതിന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് 1902 അവിടുത്തെ ചാർട്ടേഡ് സ്ഥാനം, അതായത് ചാർട്ടേഡ് സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പദവി അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ട്രഡീഷണലി അക്ലൈംഡ് ആയിട്ടുള്ള, ട്രഡീഷണലി പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ലണ്ടനിൻ്റെ നമ്മുടെ കൗണ്ടർ പാർട്ട് അല്ലേ, നമ്മുടെ എന്താ പറയുക അവിടുത്തെ നമ്മളെ പോലത്തെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് സാർ പറയുന്നത്. ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ റീസെൻ്റായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ, അതിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ദ ചാർട്ടേഡ് ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിട്ട് പറയാം, ദ ചാർട്ടേഡ് ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് മാറ്റി. അതിനർത്ഥം കമ്പനി സെക്രട്ടറി എന്ന ലെവലിൽ നിന്നും മാറി അവിടെ ചാർട്ടേഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊഫഷണലായിട്ട് മാറി. അത്രത്തോളം അത് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് വേണം പറയാൻ. ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിലും അങ്ങനത്തെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കമ്പനി സെക്രട്ടറിയും ഈ പറഞ്ഞ പോലെ ഗവേണൻസ് പ്രൊഫഷണൽ ആക്കണമെന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഗവേണൻസ് പ്രൊഫഷൻ എന്നുള്ള വാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ ഞാനാണ് സജസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ എന്തായിരിക്കണം നമ്മളെ പുതിയ ഡൊമൈൻ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ആക്ച്വലി എൻ്റെ പേര് അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത പേര്, അവർ സെലക്ട് ചെയ്ത 3-4 പേരുള്ള ഒരെണ്ണം ഞാൻ സജസ്റ്റ് ചെയ്തതായിരുന്നു. അതിൻ്റെ പേരാണ് ഗവേണൻസ് പ്രൊഫഷണൽ. ഈ മാറ്റം കണ്ടു നോക്കൂ. ലണ്ടനിൽ UK അവർ ഈ പേര് ഓൾറെഡി തന്നെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെങ്കിലും അവരിപ്പോൾ പുതിയൊരു നോമൻ കൾച്ചറിലോട്ട് മാറി, പുതിയൊരു എന്താ പറയുക ഡൊമൈനിലോട്ടൊരു മാറി. അതിൻ്റെ പേരാണ് ദ ചാർട്ടേഡ് ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. എന്താ സാർ ഇങ്ങനെ പറയാൻ കാര്യം? അപ്പോൾ അവരെ കോഴ്സ് ചെയ്ത് തരുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ചാർട്ടേഡ് സെക്രട്ടറിയാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്, റീസെൻ്റായിട്ട് ചാർട്ടേഡ് സെക്രട്ടറി എന്ന് വിളിക്കുന്നതിന് പുറമെ അവരിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് ഗവേണൻസ് പ്രൊഫഷണലായിട്ടും നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ UK ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സ് പാസ്സാകുമ്പോൾ ചാർട്ടേഡ് സെക്രട്ടറി ഡെസിഗ്നേഷൻ മാത്രമല്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടും കൂടെ അവിടെ പ്രവർത്തിക്കാം, എന്തായിട്ടും കൂടെ അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാം, ചാർട്ടേഡ് ഗവേണൻസ് പ്രൊഫഷണൽ അല്ലേ. എന്താ അല്ലേ, ചെറിയ കാര്യമില്ല കേട്ടോ. ഇന്ത്യയിൽ ഇതൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വരും വർഷങ്ങളിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോട്ട് ചെയ്ത് വെച്ചു, സാറ് പറഞ്ഞതൊക്കെ വരും വർഷങ്ങളിൽ ഇന്ത്യയിലും ഇതുപോലെ തന്നെ ഗവേണൻസ് പ്രൊഫഷണൽ കൺസെപ്റ്റ് വരും. അത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപക്ഷെ മെമ്പേഴ്സിന് ഡ്യുവൽ ഇത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ വ്യൂ അല്ല, എങ്കിലും ഒരു അഭിപ്രായമാണ്. ഒരുപക്ഷെ നാളൊരു കാലത്ത് ഇവിടെയും കമ്പനി സെക്രട്ടറിയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗവേണൻസ് പ്രൊഫഷണലായിട്ട് നമുക്ക് എന്താ പറയുക ഡെസിഗ്നേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് വന്നേക്കാം. കാരണം ലണ്ടനിൽ അത് സംഭവിച്ചു, നമ്മളെ പ്രീഡിസസറിൽ അവിടുത്തെ രാജ്യത്ത് അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ എന്താണ് സാറ് പറയുന്നത്? അപ്പോൾ നമ്മുടെ കോഴ്സ് അറിയാലോ അല്ലേ. അപ്പോൾ കമ്പനി സെക്രട്ടറി കോഴ്സ് ഇന്ത്യയിലെ കോഴ്സാണ്, അതുപോലെ ലണ്ടനിലെ UK ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ചാർട്ടേഡ് സെക്രട്ടറി. അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ അത് പാസ്സാവും. എങ്ങനെ പാസ്സാവാം? നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇപ്പോൾ പേര് മാറ്റിയ ദ ചാർട്ടേഡ് ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാർട്ടേഡ് സെക്രട്ടറി കോഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഗവേണൻസ് പ്രൊഫഷണൽ കോഴ്സ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. എങ്ങനെ എഴുതാം? അതിന് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി അപ്ലൈ ചെയ്യണം. നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ICSI വഴി തന്നെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. പക്ഷേ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ആദ്യം ഇന്ത്യയിലെ CS ആവണം, 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഗുഡ് സ്റ്റാൻഡിങ് അല്ലേ, എക്സ്പീരിയൻസ് ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വഴി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ മെമ്പർഷിപ്പിനെ എൻഡോർസ് ചെയ്ത് ചാർട്ടേഡ് സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട്, അത് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അയച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് അടപ്പൊക്കെ കഴിയുമ്പോൾ അവരുടെ സിലബസിൻ്റെ മൊത്തം പരീക്ഷ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് എക്സംഷനുണ്ട്. നല്ലൊരു ശതമാനം പേപ്പേഴ്സ് നമുക്ക് എക്സംഷനാണ്. എക്സംഷൻ പോയിട്ടുള്ള ഇതര പേപ്പേഴ്സ് നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടി വരും. ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലണ്ടനിലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ പേപ്പറും എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് 3 പേപ്പർ ഇവിടെ ഇരുന്ന് പരീക്ഷ എഴുതിയാൽ മതി. ഏതൊക്കെയാണ് ആ 3 പേപ്പർ എന്നൂടെ പറയാം. കമ്പനിലോ, അവിടുത്തെ കമ്പനിലോ അല്ലേ. കാരണം നമുക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ അറിയാവൂ, കമ്പനീസ് ആക്ട് 2013 അറിയാവൂ, UK കമ്പനീസ് ആക്ട് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ കമ്പനിലോ പേപ്പർ എക്സംഷൻ ഇല്ല, നമ്മൾ പഠിച്ചെഴുതണം. 2 കോർപ്പറേറ്റ് ഗവർണൻസ്, അവിടുത്തെ കോർപ്പറേറ്റ് ഗവർണൻസ് പ്രിൻസിപ്പിൾസും പോളിസീസും പഠിക്കണം. 3 റിസ്ക് മാനേജ്മെൻറ്റ്. കുട്ടികളെ ഈ 3 പേപ്പർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ബാക്കിയുള്ള 6, 8, 9 പേപ്പർ അവിടെ ഉണ്ട്. അതൊന്നും തന്നെ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, പരീക്ഷ പാസ്സാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ 3 നോൺ എക്സംപ്റ്റഡ് പേപ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതി.
മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പാസ്സായി മെമ്പർഷിപ്പ് ഫീ മറ്റുള്ള ഫീസൊക്കെ അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ദ ചാർട്ടേഡ് ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പറാകും. സന്തോഷമായില്ലേ അല്ലേ? അപ്പോൾ ഇവിടുത്തെ CS കഴിഞ്ഞു, ACS ആയി, 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇത് ഒന്ന് ബുദ്ധിമുട്ടി ഒന്ന് കുത്തിയിരുന്ന് പഠിച്ച് പാസ്സായാൽ യു വിൽ ബിക്കം എ ചാർട്ടേഡ് സെക്രട്ടറി ഓഫ് ലണ്ടൻ, യു വിൽ ബിക്കം ചാർട്ടേഡ് ഗവർണൻസ് പ്രൊഫഷൻ ഓഫ് ലണ്ടൻ. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഡ്യുവൽ ക്വാളിഫിക്കേഷനാണ്. ചാർട്ടേഡ് സെക്രട്ടറി ഡെസിഗ്നേഷൻ തരും, അതുപോലെ തന്നെ ചാർട്ടേഡ് ഗവർണൻസ് പ്രൊഫഷണൽ ഡെസിഗ്നേഷൻ തരും. ഇതാണ് ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ന്യൂ തിങ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ പറക്കാം, ലണ്ടനിലോട്ട് പോവാം. ഇനി ആ കോഴ്സ് പാസ്സാകുമ്പോൾ അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി ആയി. ഒരിക്കൽ നമ്മൾ ഇവിടുന്നുണ്ടതിന് അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ MOU വഴി വന്ന ചാർട്ടേഡ് സെക്രട്ടറി ആണോ അല്ലേന്നോ എക്സംപ്റ്റ് ചെയ്തു ഒന്നും നോക്കത്തില്ല. യു വിൽ ബിക്കം ദ മെമ്പർ ഓഫ് ദയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾസോ. ആൻഡ് അങ്ങനെയാണെങ്കിൽ പറന്ന് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അനിയനെയും ചേട്ടനെയും വിളിച്ചിട്ട് പറന്നങ്ങ് പോവുക. പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും നല്ല MNC കമ്പനിയിലോ അവിടുത്തെ പ്രാക്ടീസിങ് ഫേംസിലോ അഡ്വക്കേറ്റ് ഫേംസിലോ കൺസൾട്ടൻസി ഫേംസിലോ എന്താ പറയുക ഫിനാൻഷ്യൽ സർവീസ് ഫേംസിലോ നിങ്ങൾക്ക് ചാർട്ടേഡ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാം. വലിയൊരു ഇൻഫർമേഷനാണല്ലേ. കഷ്ടപ്പെട്ട് ഒത്തിരി പേപ്പറൊന്നും പഠിക്കേണ്ട, 3 പേപ്പർ പഠിച്ചാൽ മതി. ഇപ്പോഴത്തെ MOU പ്രകാരം, നിലവിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് MOU പ്രകാരം ആ പേപ്പേഴ്സ് ഒന്നിട്ട് പറയാം. കമ്പനിയിലോ അവിടുത്തെ കമ്പനിയിലോ കോർപ്പറേറ്റ് ഗവേണൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഈ 3 പേപ്പർ പാസ്സായതോടുകൂടി നിങ്ങൾക്ക് മറ്റുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ മെമ്പർഷിപ്പ് ഫീ അടയ്ക്കണം. ട്രെയിനിങ് ഒന്നും വേണ്ട കേട്ടോ, ട്രെയിനിങ് എല്ലാം എക്സംപ്റ്റഡ് ആണ്. ഈ മെമ്പർഷിപ്പ് ഫീ ഒക്കെ അടച്ച നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടല്ല എൻഡോർസ് ചെയ്യുന്നത് അല്ലേ. നിങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ നിങ്ങളും ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നു. പരീക്ഷ സമയം പറയുന്നു. പരീക്ഷ വെന്യൂ ഇന്ത്യയിൽ തന്നെയാണ്, ഇവിടെ ഇരുന്ന് എഴുതാം. പാസ്സായി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഫീ അടയ്ക്കുന്നതോടുകൂടി നിങ്ങൾ ചാർട്ടേഡ് സെക്രട്ടറി ആവും. പേരിൻ്റെ അവസാനമൊക്കെ എന്താണ് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഡെസിഗ്നേഷൻസ് ഒക്കെ വയ്ക്കാം. സന്തോഷമായില്ലേ? പക്ഷേ ഇപ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്യുവൽ ക്വാളിഫിക്കേഷനാണ്. ചാർട്ടേഡ് സെക്രട്ടറി ആവും. പിന്നെ എന്താണ്, കാരണം അവർ പേര് മാറ്റിയതുകൊണ്ട് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ചാർട്ടേഡ് സെക്രട്ടറീസിനെ അവർ ഡ്യുവലായിട്ടാണ് കാണുന്നത്. ഒന്നീ നിങ്ങൾ ചാർട്ടേഡ് സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ഡൊമൈൻ നോമൻകൾച്ചർ കൂടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ചാർട്ടേഡ് ഗവർണൻസ് പ്രൊഫഷണൽ. ബ്യൂട്ടിഫുൾ, അക്ലൈംഡ്, ലുക്ക് ഗ്രേറ്റ് അല്ലേ? ഹാപ്പി ആയില്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ ഡൗട്ട്, ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിർത്തിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ കുട്ടികൾ ചോദിക്കും, സാർ വീഡിയോ കണ്ടു, കൊള്ളാം, സന്തോഷം സാർ, അപ്പോൾ ലണ്ടനിൽ മാത്രമേ ഉള്ള ഓപ്പർച്യൂണിറ്റി, ഇതുപോലെ വേറെ കൺട്രിയിലുണ്ടോ എന്ന് ചോദിക്കും. അതാണ് പൊതുവെ കുട്ടികളല്ലേ, സ്വാഭാവികമായിട്ടും ആസ്പിറേഷൻസ് ഉള്ളൊരു കുട്ടികളാണ്, അങ്ങനെ ചോദിക്കാം. ഇനി ഞാനൊരു സർപ്രൈസ് പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് റീസെൻ്റായിട്ട് ഈ MOU, നേരത്തെ പറഞ്ഞ ധാരണാപത്രം ചാർട്ടേഡ് സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് ഗവർണൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണല്ലോ പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുമായിട്ടുള്ള MOU അമെൻഡ് ചെയ്യുകയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ തന്നെ സിസ്റ്റർ ഓർഗനൈസേഷൻസ് ഉണ്ട് കേട്ടല്ലോ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള കൺട്രിയിൽ അവരുടെ ബ്രാഞ്ചസ് ഉണ്ട്, അതിന് ഡിവിഷൻസ് ആണ് അവർ പറയുന്നത്. അവിടെയും ഇനി മുതൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അവിടെയും അതാത് ഡിവിഷൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ട് അതാത് ഡിവിഷൻ്റെ പരീക്ഷ അപ്പിയർ ചെയ്ത് പാസ്സായിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതര കൺട്രിയിലും, പക്ഷേ അവരായിരിക്കണം, ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് ബി അഫിലിയേറ്റഡ് വിത്ത് ദ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലണ്ടനിലെ അവരുടെ ഡിവിഷൻസിലായിരിക്കണം, അവർ അഫിലിയേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ അതാത് ഡിവിഷൻസിലെ പരീക്ഷകൾ പാസ്സായാൽ അതാത് കൺട്രീസിലെയും ചാർട്ടേഡ് സെക്രട്ടറി ആവും. അത് ഏതൊക്കെ കൺട്രിയാണെന്ന് അറിയണ്ടേ കുട്ടികളെ? നോക്കാം, സർപ്രൈസ് ആയിട്ടോ, ഭയങ്കര സംഭവമാണ്. നോക്കട്ടെ, ഓസ്ട്രേലിയയിൽ അവരും ഇതുപോലെ MOU പ്രകാരം, മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമ്മൾ നടത്തിയ MOU പ്രകാരം ഇനി നിങ്ങൾക്ക് എന്താണ് ജൂലൈ 1, 2019 മുതൽ, ഒരു വർഷമായി കേട്ടോ, മുതൽ അവരും ഇത് ഓപ്പൺ ചെയ്തു. ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സാവുകയും 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവരുടെ മെയിൻ ഡിവിഷനായ ICSA വഴി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു അല്ലേ, ദ മെമ്പർഷിപ്പ് ഷുഡ് ബി എൻഡോഴ്സ്ഡ് ബൈ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഓൺലൈനാണ്, മാനുവലല്ല. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എൻഡോഴ്സ് ചെയ്യാൻ അതിന് ചെറിയ ഫീസ് അടയ്ക്കേണ്ടി വരും. അത് അടച്ചെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങളുടെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, അതായത് ഞങ്ങളുടെ മെയിൻ കോഴ്സ് വേണോ, ചാർട്ടേഡ് സെക്രട്ടറി ലണ്ടനിലാവണോ, അതോ ഞങ്ങളുടെ ഡിവിഷൻസിൽ വേണോ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഓസ്ട്രേലിയയിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓസ്ട്രേലിയയിൽ സെലക്ട് ചെയ്യുമ്പോഴും ഇത് പറഞ്ഞ പോലെ അവിടെ 3 പേപ്പർ നിങ്ങൾ എഴുതണം. ബാക്കി എല്ലാ പേപ്പറും എക്സംപ്റ്റഡ് ആണ്. അവരെ കോഴ്സിൻ്റെ 3 പേപ്പർ എഴുതണം. ഏതൊക്കെയാണ് പേപ്പർ എന്നൂടെ പറഞ്ഞുതരാം. കോർപ്പറേറ്റ് ലോ, അപ്ലൈഡ് ഗവേണൻസ്, എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. കോർപ്പറേറ്റ് ലോയും അപ്ലൈഡ് ഗവേണൻസും പഠിച്ച് പാസ്സായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് സെക്രട്ടറി ഡെസിഗ്നേഷൻ എവിടെ കിട്ടും? ഓസ്ട്രേലിയയിൽ കിട്ടും. അപ്പോൾ അവിടെ പോയി ചാർട്ടേഡ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാം. അല്ല, നിങ്ങൾക്ക് അവിടുത്തെ ചാർട്ടേഡ് ഗവർണൻസ് പ്രൊഫഷണലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കൂടെ പാസ്സാവണം. അതിൻ്റെ പേരാണ് എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 പേപ്പറും വിട്ടിരുന്ന് പാസ്സായാൽ നേരത്തെ ലണ്ടനിലെ ചാർട്ടേഡ് സെക്രട്ടറി ആവുന്ന പോലെ തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെയും ചാർട്ടേഡ് സെക്രട്ടറി ആവാം, ഓസ്ട്രേലിയയിലെയും ചാർട്ടേഡ് ഗവർണൻസ് പ്രൊഫഷണൽ ആവാം. സെറ്റപ്പ് അല്ലേ?
കൈവിട്ട് പോയി, വലിയ സംഭവമാണ്, ഒത്തിരുന്ന് പഠിച്ചോ, ഇന്ത്യയിൽ ആദ്യം പാസ്സാവണം, എന്നാലല്ലേ പറ്റത്തുള്ളൂ ഗ്ലോബൽ, അല്ലേ? അല്ലാതെ ഒരു കാര്യം പറയട്ടെ, ചിലർ ചോദിക്കും അപ്പോൾ ലണ്ടനിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി പഠിക്കാമോ? അത് പഠിച്ചോ, ഇന്ത്യയിലെ മെമ്പർഷിപ്പ് ഇല്ലാതെ, ഇന്ത്യയിലെ CS അല്ലാതെ നേരിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷേ അവിടുത്തെ എല്ലാ പേപ്പറും എഴുതി പാസ്സാവുകയും ട്രെയിനിങ്ങും കൂടെ ചെയ്യണം. അടുത്ത കൺട്രി കാനഡ. കാനഡയിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ, കാനഡയും ആരാണ്? നേരത്തെ പറഞ്ഞ ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അഫിലിയേറ്റഡ് ആണ്, ഡിവിഷനാണ്. അതുകൊണ്ട് അവിടെയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ പരീക്ഷയും വിട്ടിരുന്ന് പാസ്സാവാം. അതിനും ഇതുപോലെ 3 നോൺ എക്സംപ്റ്റഡ് പേപ്പേഴ്സ് ഉണ്ട്. എഗെയിൻ ആ പേപ്പർ സെയിം ആണ്, കമ്പനി ലോ, കോർപ്പറേറ്റ് ഗവേണൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്. ഹാപ്പി ആയില്ലേ? ലണ്ടൻ കാനഡയിലെയും ചാർട്ടേഡ് സെക്രട്ടറി ആവും. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ, ഇതിൽ ഏത് കൺട്രി വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സെലക്ട് ചെയ്യാൻ ചുമ്മാ നാട് കാണാനും ലോകം കാണാനും ടൂർ പോകുന്നു, വേൾഡ് ടൂർ പോകുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി എവിടെ വേണം നോക്കുക, അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, അത് അവിടുത്തെ വിസ, അവിടുത്തെ റെസിഡൻഷ്യൽ കാര്യങ്ങൾ, അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അത് മറക്കരുത്. അതിപ്പോൾ എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒരുപക്ഷെ നമ്മളൊരു ബന്ധു, ഒരു ഡോക്ടർ എന്താണ് കാനഡയ്ക്കാണ്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു എംപ്ലോയ്മെൻറ്റ് വിസ അയച്ചു തരാൻ പറ്റും എങ്കിൽ കാനഡ സെലക്ട് ചെയ്യും. അല്ല ചുമ്മാ എല്ലാം കൂടെ പഠിച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ല അങ്ങനെയല്ല അതിന് എന്താ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത കൺട്രി ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലും ഇതുപോലെ 3 പേപ്പർ, നോൺ എക്സംപ്റ്റഡ് പേപ്പർ എഴുതണം. കോർപ്പറേറ്റ് ലോ, അപ്ലൈഡ് ഗവേണൻസ്, എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. UK ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഓൾറെഡി പറഞ്ഞു. ആദ്യമേ ഞാൻ പറഞ്ഞത് UK അതാണല്ലോ കുറച്ചുകൂടി അല്ലെ പ്രൗഡി, അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിംബാബ്വേയിലും ഇതുപോലെ 3 പേപ്പറാണ്. കോർപ്പറേറ്റ് ലോ, അപ്ലൈഡ് ഗവേണൻസ്, അതുപോലെ തന്നെ എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. മലേഷ്യയിലും ഇതുപോലെ തന്നെ 3 പേപ്പർ എഴുതിയാൽ മതി. കമ്പനി ലോ, കോർപ്പറേറ്റ് ഗവേണൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്. പക്ഷേ അവിടെ എന്താണ്, റെസിഡൻസ് ഈ പെർമിറ്റൊക്കെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പറയുന്നത് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. ചില കൺട്രികളിൽ അവിടെ റെസിഡൻ്റ് ആവുന്നതിനെക്കുറിച്ചും അവിടുത്തെ റെസിഡൻസി പെർമിഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും പ്രതീക്ഷിക്കരുത്, അല്ല എംബസിയിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൺട്രിയാണ് അടുത്തത് സിംഗപ്പൂരും ഇതുപോലെ തന്നെ 3 പേപ്പർ എഴുതിയാൽ മതി. അത് ഈ വരുന്ന ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 1-ാം തീയതിയാണ്, അതായത് 2020 ജനുവരി 1-ാം തീയതിയാണ് അവർ നമ്മളെ MOUൻ്റെ അകത്ത് പരിധിയിൽ വരുന്നത്. അവിടെ 3 പേപ്പർ പാസ്സാകാതെ. സൗത്ത് ആഫ്രിക്ക, അടുത്ത് ഹോങ്കോങ് ഓർ ചൈന. ഇന്നെന്നറുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു അനാലിസിസ് കുറച്ച് ദിവസമായിട്ട് റിസർച്ച് നടത്തി നോക്കി. അപ്പോൾ ഇന്നെന്നറുകൊണ്ട് എല്ലാ കൺട്രിയിലും അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി ആവണമെങ്കിൽ ഇന്ത്യയിൽ പാസ്സായ ഈ MOU വഴി കേട്ടോ, ഈ നമ്മളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള MOU വഴിയെ, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു ധാരണ വഴിയെ ചെയ്ത എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും 3 പേപ്പർ മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്സാവണം. അവിടെ ഓൾറെഡി തന്നെ 7, 8, 6, 9 പേപ്പേഴ്സ് കൊണ്ട് കേട്ടോ. നമുക്ക് പാസ്സാവേണ്ടത് ഇത്രയും മാത്രമേ. എത്ര പാസ്സായി? അതിന് നമ്മൾ പറയുന്നത് നോൺ എക്സംപ്റ്റ് പേപ്പേഴ്സ്. അതിനർത്ഥം വെച്ചാൽ ഇന്ത്യ വഴിയെ വരുന്ന റൂട്ടുകാർക്കും ഈ 3 പേപ്പർ പാസ്സായാലേ അവിടുത്തെ മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുട്ടികളെ, എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കൺട്രീസ് ഒന്നുകൂടി പറയാം. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CS പാസ്സായി കഴിഞ്ഞ് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇതര കൺട്രിയിലും MOU വഴിയെ, എക്സംഷൻ റൂട്ട് വഴിയെ ചാർട്ടേഡ് സെക്രട്ടറി ആവാം. ഇപ്പോൾ ചില കൺട്രികളിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, UK ബേസ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ എന്താണുള്ളത് ചാർട്ടേഡ് സെക്രട്ടറി ഡെസിഗ്നേഷന് പുറമെ ചാർട്ടേഡ് ഗവർണൻസ് പ്രൊഫഷണൽ കൂടെ ആവാം. അതിനവിടെ പോയി പരീക്ഷ എഴുതണ്ട, ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി. എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഉള്ള ഫോം അങ്ങോട്ട് കൊടുക്കുകയും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ലിസ്റ്റിൽ വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഡയറക്റ്റ് റിലേഷനാണ്. അതിൻ്റെ ഫീസ് അടയ്ക്കുക, അതിൻ്റെ ഓൺലൈൻ കാര്യങ്ങളായിരിക്കും അല്ലേ എടുക്കുക. ഇന്ത്യയിൽ തന്നെ എക്സാം സെൻറ്റർ ഉണ്ട്, ഇവിടെ നിന്ന് പരീക്ഷ എഴുതാം. ഏതൊക്കെ കൺട്രിയാണെന്ന് സാർ ഒന്നുകൂടി പറയാം. UK മറക്കേ വേണ്ട, UK ആണ് ഞാൻ ഏറ്റവും പറഞ്ഞത്. കാരണം UK-മായിട്ടായിരുന്നു നമുക്ക് ആദ്യ MOU, പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് അതിനെ അമെൻഡ് ചെയ്ത് മറ്റുള്ള UK-യിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അഫിലിയേറ്റ് ഉള്ള ഇതര കൺട്രീസിലും നമുക്കിപ്പോൾ ഈ റൂട്ട് വഴി ചാർട്ടേഡ് സെക്രട്ടറി ആവാം. പറയാൻ കൺട്രീസ് ഒന്നുകൂടി: ഓസ്ട്രേലിയ, കാനഡ, സിംഗപ്പൂർ, മലേഷ്യ, ന്യൂസിലാൻഡ്, സിംബാബ്വെ, പിന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ ഹോങ്കോങ്, ചൈന. ഗോ ഗ്ലോബൽ അല്ലേ? പക്ഷേ പഠിക്കാൻ കുറച്ച് ടഫായിരിക്കും കേട്ടോ. നമ്മളെ കമ്പനിയിലോ പോലെയല്ല അവരെ കമ്പനിയിലോ. നമ്മളെ കോർപ്പറേറ്റ് ഗവേണൻസ് ആയിരിക്കത്തില്ല, അവരെ കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മളെ റിസ്ക് മാനേജ്മെൻറ്റ് ആയിരിക്കത്തില്ല, അവർ റിസ്ക് മാനേജ്മെൻറ്റ്. പക്ഷേ ഒരു കാര്യം പറയാം, ബേസിക് ഫ്രെയിം വർക്ക് കോമൺ ആയിരിക്കും. കാരണം ഞാൻ കുറച്ച് ഇൻ്റർനാഷണൽ ലോസ് നോക്കിയിട്ടുള്ള ആളാണ്. ബേസിക് ഫ്രെയിം വർക്ക് പൊതുവേ കോമൺ ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥത്തോട് വിചാരിച്ച് കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടുത്തെ CS എത്രയും പെട്ടെന്ന് പാസ്സായി, എത്രയും പെട്ടെന്ന് 2 വർഷം കഴിയട്ടെ, എക്സ്പീരിയൻസ് വരട്ടെ, അതിനുശേഷം ഈ റൂട്ട് വഴിയെ പോവുക. ഇതിൻ്റെ അകത്ത് ഫോമും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും സാറ് നിറ്റിഗെറ്റിയായിട്ട് പറയുന്നില്ല. അപ്പോൾ you will become soon not only a company secretary in India, but also you will soon become a chartered secretary and in certain countries also a chartered governance professional. സെറ്റ് അല്ലേ? ഗോ ഗ്ലോബൽ. മറ്റൊരു വിഷയമായിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെയാ? അപ്പോൾ വിദേശത്ത് വെച്ച് കാണാം.